നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി.കെ. ഫിറോസിനെതിരെ വിജിലൻസിൽ പരാതി നൽകിക്കൊണ്ട് കെ.ടി. ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, പണം സമ്പാദിച്ചു എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് കെ.ടി. ജലീൽ പി.കെ. ഫിറോസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പി.കെ. ഫിറോസിന്റെ അനുജനെ മയക്കുമരുന്ന് കേസിലോ മറ്റോ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവവും വലിയ വിവാദമാക്കി ഉയർത്താൻ കെ.ടി. ജലീൽ ശ്രദ്ധിച്ചിരുന്നു. ഇതിനെല്ലാം പിന്നിലുള്ള കാരണം കെ.ടി. ജലീലിന് രാജിവെക്കേണ്ടി വന്നത്, മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് പി.കെ. ഫിറോസ് നൽകിയ ഒരു പരാതിയിലായിരുന്നു. തൻ്റെ ബന്ധുവായ ഒരു ചെറുപ്പക്കാരന് അനധികൃതമായി ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ ഒരു പദവി നൽകി എന്നുള്ള ആരോപണം പി.കെ. ഫിറോസ് കൊണ്ടുവരികയും അത് തെളിയിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മുമ്പ് കെ.ടി. ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അങ്ങനെ അഴിമതി ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു മന്ത്രി എന്ന നിലയിലാണ് ഇപ്പോൾ കെ.ടി. ജലീൽ അറിയപ്പെടുന്നത്. ഈ പക ഏതാണ് നന്നായിട്ട് കെ.ടി. ജലീലിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പി.കെ. ഫിറോസിനെ കിട്ടാവുന്നിടത്ത് വച്ചെല്ലാം പണിയുക എന്നത് കെ.ടി. ജലീലിൻ്റെ പ്രഖ്യാപിത അജണ്ടയാണ്. എന്നാൽ ഇപ്പോൾ പി.കെ. ഫിറോസിനെതിരെ വിജിലൻസിൽ അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് യാതൊരു ജോലിയും തൊഴിലുമില്ലാതെ നടക്കുമ്പോഴും സ്ഥലം വാങ്ങി വലിയൊരു മണിമന്ദിരം പണിതു, ഇതിനൊക്കെ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ പദവികളിലൊന്നും ഇരിക്കാത്ത ഒരാൾ പണം സമ്പാദിച്ചത് എങ്ങനെയെന്ന് വിജിലൻസ് എങ്ങനെ അന്വേഷിക്കുമെന്നുള്ള സാങ്കേതിക ചോദ്യമൊന്നും ഇവിടെ പ്രസക്തമല്ല. കാരണം കെ.ടി. ജലീൽ ഇത് രാഷ്ട്രീയമായി എടുത്ത് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിനൊരു വ്യത്യസ്ത തലമുള്ളത് മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ കെ.ടി. ജലീലിന് പിന്തുണ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ പി.കെ. ഫിറോസിനെ ഒതുക്കാനും അടുത്ത തവണ അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് കിട്ടാതിരിക്കാനും ഈ വിജിലൻസ് കേസിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയുണ്ട്. അതല്ലെങ്കിൽ കെ.ടി. ജലീലിന് ഫിറോസിനെതിരെ നീങ്ങാനുള്ള ഊർജം ലഭിച്ചത് മുസ്ലിം ലീഗിനുള്ളിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വർത്തമാനം. മുസ്ലിം ലീഗിലെ ചില പ്രമുഖ നേതാക്കൾ അടുത്ത തവണ താനൂർ സീറ്റ് ലക്ഷ്യമിട്ടിട്ടുണ്ട്. മന്ത്രി അബ്ദുൾ റഹ്മാനെതിരെ താനൂർ സീറ്റിൽ മത്സരിക്കാൻ അവിടെ പി.കെ. ഫിറോസ് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ചില മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്. അപ്പോൾ പി.കെ. ഫിറോസിനെ മാറ്റി നിർത്താൻ ഈ വിജിലൻസ് കേസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപകരിക്കാം, അല്ലെങ്കിൽ കെ.ടി. ജലീലിൻ്റെ ഈ ആരോപണം ഉന്നയിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള ചിന്തയിലാണ് അവർ. അതുകൊണ്ട് തന്നെ കെ.ടി. ജലീലിനെ മാക്സിമം എരികേറ്റി അദ്ദേഹത്തിൻ്റെ പി.കെ. ഫിറോസിന്റെ വീടിന്റെ പടമെല്ലാം എടുത്ത് ജലീലിന് നൽകിയത് ചില മുസ്ലിം ലീഗ് നേതാക്കളാണെന്നാണ് ഇപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും കെ.ടി. ജലീൽ അതിശക്തമായി ഫിറോസിനെതിരെ നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ലീഗിലെ ചില ആളുകളുടെ പിന്തുണ ജലീലിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ലീഗ് കേന്ദ്രങ്ങൾ നൽകുന്നത്. അതല്ലെങ്കിൽ ലീഗ് നൽകുന്ന സൂചനകളനുസരിച്ച് ലീഗിലെ ചില പ്രമുഖ നേതാക്കൾ, താനൂർ സീറ്റ് ലക്ഷ്യമിട്ടിരിക്കുന്ന ചില മുതിർന്ന തലനരച്ച നേതാക്കൾ ഫിറോസിനെ അടുത്ത തവണ ഒന്ന് വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ലീഗിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് മലപ്പുറം ജില്ലയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയാലേ പ്രയോജനമുള്ളൂ. മറ്റേത് ജില്ലയിലും മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് അപ്പോഴും അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് കാസർഗോഡൊക്കെ ആണെങ്കിൽ പോലും ലീഗിന് ഉറച്ചു പറയാൻ പറ്റുന്ന സീറ്റുകളൊന്നുമില്ല. ആ സീറ്റ് എപ്പോഴുള്ളത് മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്തുള്ള ആ ഒരു സീറ്റിന് വേണ്ടി മലപ്പുറത്ത് ലീഗ് മത്സരിക്കുന്ന 11 സീറ്റുകൾക്ക് വേണ്ടി തലക്കിടിയാണ് മുസ്ലിം ലീഗിൽ. അതുകൊണ്ട് തന്നെ ഒരാളെ, പ്രത്യേകിച്ച് ഫിറോസിനെ പോലെ ചെറുപ്പക്കാരനെ ഒഴിവാക്കിയാൽ തങ്ങൾക്ക് ആ സീറ്റിൽ മത്സരിക്കാമെന്നുള്ള ഒരു ചിന്ത ലീഗിലെ ചില മുതിർന്ന നേതാക്കളുണ്ടെന്നും അവരാണ് കെ.ടി. ജലീലിനെ ഇക്കാര്യത്തിൽ കുത്തിയിളക്കി അദ്ദേഹത്തിന് വേണ്ട വിവരങ്ങൾ കൈമാറിയതെന്നുമാണ് ചില ലീഗ് നേതാക്കൾ രഹസ്യമായി പറയുന്നത്. ഏതായാലും ഫിറോസിനെതിരെ കെ.ടി. ജലീൽ അംഗം കുറിച്ചു കഴിഞ്ഞു. അംഗം കുറിക്കാനുള്ള അദ്ദേഹത്തിന് ശക്തി ലഭിച്ചത് മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയാണെന്നാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന വർത്തമാനം. ഏതായാലും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുമ്പോൾ അടുത്ത തവണ പി.കെ. ഫിറോസിന് താനൂരിൽ സീറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്.